നമസ്കാരം. കരിയർ ഗുരുവിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കോഴ്സുകളിലൊന്നാണ് ബിവോക്ക് കോഴ്സുകൾ. വിദ്യാർത്ഥികളും പാരൻസും രക്ഷിതാക്കളും ഒരുപോലെ ആശങ്കാകുലരാണ്. ബിവോക്ക് കോഴ്സുകൾക്ക് കാര്യമുണ്ടോ, പഠിച്ചിട്ട് കാര്യമുണ്ടോ, അത് UGC അപ്രൂവ്ഡ് ആണോ, ആ കോഴ്സ് പഠിച്ച് വെറുതെ ആവുമോ, അംഗീകാരമുണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ആശങ്കാകുലരാണ്. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് കോഴ്സുകളെക്കുറിച്ച്. അടിസ്ഥാനപരമായി പറയട്ടെ, ഇതൊരു UGC അപ്രൂവ്ഡ് UGC കസ്റ്റമൈസ് ചെയ്ത കോഴ്സാണ് ബിവോക്ക് കോഴ്സുകൾ. നമ്മുടെ നാട്ടിലുള്ള സാധാരണ ട്രഡീഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴ്സുകൾക്കും കംപ്ലീറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കുമിടയിൽ കുട്ടികൾക്ക് ഗ്രാജുവേറ്റ് തലത്തിൽ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്ത് ജോബ് ഓറിയൻറ്റഡ് ആക്കി മാറ്റാൻ പ്ലാൻ ചെയ്ത് പദ്ധതി ഇട്ടുകൊണ്ടുള്ളൊരു കോഴ്സ് ഘടനയാണ് ബിവോക്കിനുള്ളത്. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഈ കോഴ്സുകളുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് നടക്കുന്നത് എന്നതും ഈ കോഴ്സിനെ പ്രസക്തമാക്കുന്നുണ്ട്. ഭാവിയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ചുകൂടി ഒരു ടെക്നോക്രാറ്റിക്, ഇന്നവേറ്റീവ്, ഓണ്ടർപ്രണോറിയൽ രീതിയിൽ കോഴ്സ് ഘടനയെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ രൂപം കൊടുത്തൊരു കോഴ്സ് കോളേജുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്താവും എന്നത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ UGCയുടെ ഉദ്ദേശം ഇതാണ്. അതുകൊണ്ട് ജോബ് ഓറിയൻറ്റഡ് ആക്കി മാറ്റാൻ ശ്രമിച്ചാൽ മാറ്റാൻ പറ്റുന്നൊരു കോഴ്സാണിത്. അതിൽ അടിസ്ഥാനപരമായി കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇത് UGC അപ്രൂവ്ഡ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പുറത്തേക്കൊക്കെ പോയാലും ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ കൊണ്ട് തൊഴിൽ നേടാൻ പറ്റും, ജോലി അന്വേഷിക്കാൻ പറ്റും. രണ്ടാമത്തേത്, ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉള്ള എല്ലാത്തരം മത്സര പരീക്ഷകളും UGC അപ്രൂവ്ഡ് കോഴ്സുകൾ കൊണ്ട്, ഡിഗ്രി കോഴ്സുകൾ കൊണ്ട് അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. CAT എഴുതാം, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എഴുതാം, SSC നടത്തുന്ന സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസിൻ്റെ ഓഫീസേഴ്സ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാം, സിവിൽ സർവീസ് എക്സാം എഴുതാം. ഇതെല്ലാം ഈ ഒരൊറ്റ കോഴ്സ് കൊണ്ട് ചെയ്യാൻ പറ്റും എന്നതാണ് വസ്തുത. മൂന്നാമത്തേത്, ഏതെങ്കിലും ഒരു ഡിഗ്രി വെച്ചുകൊണ്ട്, UGC അപ്രൂവ്ഡ് ആയ ഏതെങ്കിലും ഒരു ഡിഗ്രി വെച്ചുകൊണ്ട് വിളിക്കുന്ന സർക്കാർ ജോലികൾക്കെല്ലാം ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ മൂന്ന് വസ്തുതകൾ അപ്രൂവലുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കണം. മറ്റൊന്ന് കോഴ്സ് ഘടനയാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴ്സിൻ്റെ ഒരു ഘടന, പ്രത്യേകിച്ച് ഓരോ വർഷവും കോഴ്സ്, ആ വർഷത്തെ ഇയറിലെ കോഴ്സ് ഘടന കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രായോഗിക പരിശീലനം നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ്, അപ്പോൾ ഉദാഹരണത്തിന് ഡിജിറ്റൽ പ്രൊഡക്ഷൻ, മീഡിയ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, ഫിഷ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, ജെമ്മോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളെല്ലാം കഴിയുമ്പോഴത്തേക്കും ഓരോ വർഷം കഴിയുമ്പോഴും അതിനനുസൃതമായ ഇൻറ്റേൺഷിപ്പുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ജെമ്മോളജിയാണ് കഴിയുന്നതെങ്കിൽ ഏതെങ്കിലും ജെമ്മോളജിക്കൽ ഫാക്ടറിയിലോ ഇൻഡസ്ട്രിയിലോ ജ്വല്ലറികളിലോ പോയിട്ട് നമ്മൾ പരിശീലനം നേടണം. അത് സ്കിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അംഗീകരിച്ച രീതിയിലുള്ള പഠന പരിശീലന പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിനൊരു പ്രായോഗിക പരിശീലനം കിട്ടുന്നു. മറ്റൊരു പ്രധാന വസ്തു, ഇതിൻ്റെ ഒരു കോഴ്സിൻ്റെ ഒരു ഘടന അനുസരിച്ച് ആദ്യത്തെ ഒരു വർഷം ഒരു എക്സിറ്റ് പ്ലാൻ കോഴ്സിനുണ്ട്. ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് കാൻഡിഡേറ്റ് പുറത്ത് പോവുകയാണെങ്കിൽ പോലും അവന് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. ദെൻ രണ്ടാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്താണ് പുറത്ത് പോകുന്നതെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. 3 വർഷം പൂർത്തിയാക്കിയാൽ ബിവോക്ക് സർട്ടിഫിക്കേഷനും കിട്ടും, യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ. ഇതിൽ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണ്. ഉദാഹരണത്തിന് റീറ്റെയിൽ മാനേജ്മെൻറ്റ് കോഴ്സാണ് ഒരാൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. റീറ്റെയിൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് വേണമെങ്കിൽ ഒരു 1 ഇയർ കഴിയുമ്പോൾ അയാൾക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ സെയിൽസ് മാനായിട്ട് ജോലിക്ക് കയറാം. അപ്പോൾ നല്ല കമ്പനികളിലോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ നല്ല ഫാക്ടറികളിലോ നല്ല ഔട്ട്ലെറ്റുകളിലോ ഒക്കെ സെയിൽസ്മാനായിട്ട് കയറാം. മറ്റൊന്ന്, അഡ്വാൻസ് ഡിപ്ലോമ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂനിയർ സെയിൽസ് മാനേജറായിട്ട് കയറാം, അഡ്വാൻസ് ഡിപ്ലോമ സർട്ടിഫിക്കേഷനോടുകൂടി. 3 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെയിൽസ് മാനേജറോ റീറ്റെയിൽ മാനേജറോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാം.
ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രൂപപ്പെടുത്തിയൊരു ഘടനയാണ്. ഇതൊക്കെയാണ് പൊതുവേ ബിവോക്ക് കോഴ്സുകൾ മറ്റു കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പക്ഷേ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കുറേ വസ്തുതകളുണ്ട്. അത് ഈ കോഴ്സുകളെ കുറിച്ച് മനസ്സിലാവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബിവോക്ക് കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് കണ്ടാൽ നമുക്കത് അതിൻ്റെ ഘടന എന്തുകൊണ്ടാണ് ഈ ബാക്കി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഈ കോഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോഴ്സുകൾ: ഒന്ന് ബിവോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, ബാങ്കിങ്, ഫിനാൻസ് സർവീസ് ആൻഡ് ഇൻഷുറൻസ്, ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ജേർണലിസം, ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ, ഫാഷൻ, ഫിഷ് പ്രോസസ്സിംഗ്, ഫുഡ് സയൻസ്, ജെമ്മോളജി, ജ്വല്ലറി ഡിസൈനിങ്, മൾട്ടിമീഡിയ, നഴ്സറി ആൻഡ് ഓർണമെൽ ഫിഷ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, റീറ്റെയിൽ മാനേജ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ ഇൻ ഒപ്റ്റോമെട്രി, ലോജിസ്റ്റിക്സ്, ദെൻ അപ്ലൈഡ് മൈക്രോബയോളജി ആൻഡ് ഫോറൻസിക് സയൻസ്. ഈ കോഴ്സുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ കൊടുത്തു വരുന്നത്. അപ്പോൾ ഈ കോഴ്സുകളിൽ തന്നെ നിങ്ങളൊന്നത് വീക്ഷിച്ചാൽ, അതിൻ്റെ ലിസ്റ്റ് വീക്ഷിച്ചാൽ മനസ്സിലാവും. അതിൽ വരുന്നൊരു കോഴ്സാണ് ബിവോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. ഈ കോഴ്സ് ഒരിക്കലും നമ്മുടെ നിലവിലുള്ള ബികോമിന് തുല്യമാവില്ല എന്ന് മനസ്സിലാക്കണം. ഫിഷ് പ്രോസസ്സിംഗ് നീറ്റ് എക്സാമിനേഷൻ എഴുതി കീം റാങ്കിൽ വന്നിട്ടോ ഐക്കാറിൻ്റെ എൻട്രൻസ് എക്സാം എഴുതി ഐക്കാർ റാങ്കിൽ വന്നിട്ടോ കിട്ടുന്ന ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസിന് തുല്യമാവില്ല. ദെൻ ഒപ്റ്റോമെട്രി കോഴ്സ് ഒരിക്കലും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അതിൻ്റെ സർട്ടിഫിക്കേഷനുള്ള ഒപ്റ്റോമെട്രിക്ക് തുല്യമാവില്ല എന്ന അടിസ്ഥാന വിവരം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവരുത്. ഒപ്റ്റോമെട്രി ഇവിടെ പഠിച്ചാൽ നമ്മൾ സാധാരണ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന KUHS കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അപ്രൂവ്ഡ് ആയ ഒപ്റ്റോമെട്രിക്ക് തുല്യമാവും എന്ന് പ്രതീക്ഷിക്കേണ്ട. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് അപ്രൂവ് ചെയ്ത കോഴ്സുകളായിട്ടും അപ്രൂവൽ ഉണ്ട് എന്ന് ചിന്തിക്കരുത്. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണകൾ മാറും. ഒന്ന്. രണ്ടാമത്തെ, തൊഴിലിടങ്ങളിൽ ഉദാഹരണത്തിന് ബികോമുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക്കായിട്ട് വിളിക്കുന്ന കോഴ്സുകൾക്കോ ജോബുകൾക്കോ ബിവോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ കൊണ്ട് അപേക്ഷിക്കാൻ പറ്റില്ല. BFSC ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ് ഒക്കെ പോലുള്ള കോഴ്സുകൾ കൊണ്ട് സ്പെസിഫിക്കായിട്ട് വിളിക്കുന്ന ഹയർ സ്റ്റഡീസിനോ കോഴ്സസിനോ ബിവോക്ക് കോഴ്സുകൾ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അടിസ്ഥാനപരമായി ഇത് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ സാധാരണ യൂണിവേഴ്സിറ്റി തലത്തിൽ ഫാഷൻ ഡിസൈനിങ് കോളേജുകളിൽ ഇനഫ് പ്രാക്ടീസസും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. ബിവോക്ക് കോഴ്സും നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാ നല്ലത്? ഏതിനാണോ പ്രാക്ടിക്കൽ ട്രെയിനിങ്, ഇൻറ്റേൺഷിപ്പ്, ഇൻഡസ്ട്രി ലിങ്ക്ഡ് ട്രെയിനിങ് കൂടുതൽ കിട്ടുന്നത് അത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ആ പെർട്ടിക്കുലർ കോഴ്സ് കൊണ്ട് സ്പെസിഫിക്കായ ഗവൺമെൻറ് ജോബ് കിട്ടുന്നില്ല എങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ആ കോഴ്സിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓർണമെൻ്റൽ ഫിഷും നഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട്. അത് വെച്ചുകൊണ്ടൊരു പ്രത്യേക ഗവൺമെൻറ് ജോബ് നമുക്ക് കിട്ടില്ല. അതേസമയത്ത് ഓൺട്രപ്രണറിയലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന കോഴ്സാണെങ്കിൽ സത്യത്തിൽ ആ കോഴ്സ് നമുക്ക് ബിവോക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഫാഷനുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക്കായ ഗവൺമെൻറ് ജോബ് കിട്ടാൻ സാധ്യതയുണ്ട്, അത് തേടുന്നുണ്ടെങ്കിൽ മാത്രം BSc ഫാഷൻ പഠിക്കുക. അതേസമയത്ത് ബിവോക്കിൻ്റെ ഫാഷൻ കൊണ്ടുള്ള മെച്ചം നമുക്ക് സ്വന്തമായിട്ട് ഓൺട്രപ്രണറിയലായിട്ട് എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും ഒരു ബ്യൂട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാനോ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്ന ആളുകൾക്ക് ബിവോക്ക് കോഴ്സുകൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ബിവോക്ക് കോഴ്സുകളിലേക്ക് നിങ്ങൾ പോവാൻ. ഇനി കോഴ്സുകളും സ്ഥാപനങ്ങളും സെലക്ട് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സിലും സ്ഥാപനത്തിനും കൃത്യമായ കഴിവുള്ള എലിജിബിളായ ക്വാളിഫൈഡായ അധ്യാപകരുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. UGC കൃത്യമായിട്ടൊരു സാലറി സ്കെയിലും എലിജിബിലിറ്റി മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഏബിളായ അധ്യാപകരുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടത് ഇൻറ്റേൺഷിപ്പ് അവസരങ്ങളുണ്ട്. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനനുസരിച്ചുള്ള പ്രായോഗിക പരിശീലനങ്ങളും ഇൻറ്റേൺഷിപ്പും ഈ പെർട്ടിക്കുലർ സ്ഥാപനം ഈ പെർട്ടിക്കുലർ കോഴ്സിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും അന്വേഷിച്ച് വിലയിരുത്തണം.
ദെൻ മൂന്നാമത്തേത് ഓരോ കോഴ്സിനും, ഇപ്പോൾ ഉദാഹരണത്തിന് ഫിഷറീസ്, ഫിഷ് പ്രോസസ്സിങ് വരുന്നുണ്ട്, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ വരുന്നുണ്ട്, ദെൻ ജ്വല്ലറി ആയിട്ട് ബന്ധപ്പെട്ട ഇതിനൊക്കെ പറ്റിയ ലാബുകളും പ്രായോഗിക പരിശീലനം നൽകാൻ പറ്റിയ സംവിധാനങ്ങളും സ്ഥാപനത്തിനുള്ളിൽ കൃത്യമായിട്ടുണ്ടോ എന്ന് പഠിച്ചിട്ട് വേണം ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾ വരാൻ. ഇപ്പോൾ ചില കോഴ്സുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ബിവോക്കിലുണ്ട്, അതേസമയത്ത് അഗ്രികൾച്ചർ ഐക്കാറിൻ്റെ അപ്രൂവലുള്ള അഗ്രികൾച്ചർ കോഴ്സ് ഉണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഐക്കാറിൻ്റെ അഗ്രികൾച്ചർ റിലേറ്റഡ് കോഴ്സാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ ബിവോക്കിൻ്റെ ഐക്കാർ കൊണ്ട് അഗ്രികൾച്ചർ കൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ളതാണ്. അത് പ്ലാന്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്വകാര്യ ജോബുകളിലൊക്കെ പോകാനേ ഉപകരിക്കുള്ളൂ. സർക്കാർ മേഖലകളിൽ ജോബ് വരുന്ന ചില ഈ കോഴ്സുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫുഡ് സയൻസും ഫോറൻസിക്സുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ ജോബ് വരുന്ന സർക്കാരിൻ്റെ ജോബുകളിലേക്ക്, ഇപ്പോൾ ഫുഡ് സയൻസിന് സ്പെസിഫിക് ആയിട്ട് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കോഴ്സ് തന്നെ വേണം. ആ സ്ഥാനത്ത് ബിവോക്ക്, ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ബിവോക്ക് കൊണ്ട് അംഗീകാരം കിട്ടില്ല. അതുകൊണ്ട് കോഴ്സുകളുടെ സർക്കാർ ജോബുകളിലേക്കുള്ള സ്പെസിഫിക്കായ കോഴ്സുകൾ വെച്ചുകൊണ്ടുള്ള അംഗീകാരമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കോഴ്സ് ചൂസ് ചെയ്യാൻ. അതേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഏറ്റവും രസകരമായൊരു കാര്യം, ചില കോഴ്സുകളുണ്ട്, മൾട്ടിമീഡിയ, ജ്വല്ലറി, ജെമ്മോളജി, അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. ഇത്തരം കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുകയോ ഓണ്ടർപ്രണോറിയലായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് ഈ കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കാവുന്നതാണ്. ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബിവോക്ക് കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും UGC അപ്രൂവൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതേ സമയത്ത് പ്രായോഗിക പരിശീലനങ്ങളും ലാബുകളും ഫെസിലിറ്റീസും UGC മാനദണ്ഡമാക്കി വെച്ചിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പരിശോധിച്ചിട്ട് വേണം കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ. അങ്ങനെ നല്ല കോഴ്സ് സെലക്ട് ചെയ്ത് നല്ല കരിയറിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.